നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷമിക്കണ്ട. ശ്യാമയ്ക്ക് വിഷമമായല്ലേ? വിഷമിക്കണ്ട, ഞാൻ എന്റെ അസിസ്റ്റന്റ് ആക്കാം. ഐശ്വര്യ മോളെ, റിസൾട്ട് വായന പൂർത്തിയായിട്ടില്ല. ഞാന് അവരൊന്ന് റിപ്പോർട്ട് വായിക്കാം. ഈ ഉത്തരങ്ങൾ എഴുതിയ ആൾ ഞങ്ങൾ കണ്ട അപൂർവം ബുദ്ധിമതികളിൽ ഒരാളാണ്. മറ്റുള്ള രണ്ടുപേരും കാണാതെ പഠിച്ചെഴുതിയപ്പോൾ ഈ മത്സരാർത്ഥി സ്വന്തം വിശകലനങ്ങളാണ് നടത്തിയത്. ഓഫീസ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ലളിതവും വ്യക്തതയുമുള്ള കാഴ്ചപ്പാടുകളാണ്. ലളിതമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. 100-ന് 100 മാർക്ക് കൊടുത്താലും മതിയാകില്ല എന്നതുകൊണ്ട് ഞങ്ങൾ മാർക്കൊന്നും കൊടുക്കുന്നില്ല. നമ്മുടെ കമ്പനിയുടെ അടുത്ത വൈസ് ചെയർപേഴ്സണായി ശ്യാമ അഖിലിനെ പ്രഖ്യാപിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അച്ഛാ, നമ്മുടെ കമ്പനിയുടെ ഭാവി ശ്യാമയുടെ കൈകളിൽ ഭദ്രമായിരിക്കും. കൺഗ്രാറ്റ്സ് മോളെ. ഔപചാരികമായ സ്ഥാനമേൽക്കൽ 2 ദിവസത്തിനകം ഉണ്ടാവും. അന്ന് കമ്പനിക്ക് ഒരു ആഘോഷ ദിവസമായിരിക്കും. ഞാൻ സമ്മതിച്ചു തരില്ല. എന്നെ ചതിച്ചതാ. ഇത് ഒരു ഒത്തുകളിയാ. ഇവളെ ജയിപ്പിക്കാൻ വേണ്ടി എല്ലാരും കൂടെ നടത്തുന്ന നാടകമാ. ഇവളുടെ ഭക്തിയും പൂജയും കൊണ്ട് എല്ലാരും ഇവള് വശത്താക്കി. എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചതാ. ഐശ്വര്യ, അച്ഛന്റെ അമ്മയുടെ തീരുമാനങ്ങൾക്കപ്പുറം നമ്മൾ ആരും ഇവിടെ ശബ്ദം എടുത്തിട്ടില്ല. അച്ഛന്റെ തീരുമാനം ഈ വീട്ടിൽ അവസാന വാക്കാ. അതിന് മുകളില് അങ്ങനെ ആരും കയറി പോണോ? ഇറങ്ങി പോടി. ഇത് ഞാൻ അനുഭവിച്ചു തരില്ല. ഐശ്വര്യ, അച്ഛനോട് മാപ്പ് പറ. നിന്നോടല്ലേ പറയാ മാപ്പ് പറയാൻ? മാപ്പ് പറയാൻ. മതി. വേണ്ട മോളെ, ഈ കുടുംബത്തിന് ചില കീഴ്വഴക്കങ്ങളുണ്ട്. അത് തെറ്റിക്കാൻ ആരെയും സമ്മതിക്കില്ല. തലപ്പത്തുള്ളയാൾ തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കുക തന്നെ വേണം. നിങ്ങളിൽ ആരെന്റെ സ്ഥാനത്ത് വന്നാലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ആ കീഴ്വഴക്കം മുറിയാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം എന്റെ കയ്യിൽ എത്തിച്ചേർന്ന ദിവസം വരും. അതുകൊണ്ട് തന്നെ പിണക്കണ്ട. മോളെ, അച്ഛാ, ക്ഷമിക്കണം. അപ്പോഴത്തെ സങ്കടത്തിന് ഞാൻ എന്തോ അരുതാത്തത് പറഞ്ഞു. മാപ്പ്. മോള് ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല അച്ഛാ, ഇല്ല. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാം. മോളെ, തോറ്റയാള് ജയിച്ച ആളിനെ അഭിനന്ദിക്കുമ്പോഴാ ഒരു മത്സരം അതിന്റെ ധർമ്മം പൂർത്തിയാക്കുന്നത്. കമ്പനിയില് അധികകാലം വാഴാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ അറിയാവുന്നതല്ലേ? കൃത്യമായിട്ടും എത്തിച്ചിരിക്കണം. എനിക്കതൊന്നും അറിയണ്ട. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അല്ല, ആന്റി എവിടെ അങ്കിൾ? ആന്റി ഇവിടെ ഇല്ലല്ലോ മോളെ. ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താ ഐശ്വര്യ, ബർത്ത്ഡേ ആഘോഷമാണോ? ഏയ്, ബർത്ത്ഡേ ആഘോഷമൊന്നുമല്ല. പിന്നെ എന്റെ തോൽവി ആഘോഷിക്കാനാ.
ഏതെങ്കിലും ഒരു ജയം എന്നെങ്കിലുമൊക്കെ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്റെ വിജയം എന്നെങ്കിലും ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്നതാ. ഇത് കമ്പനി മേധാവിയാകാനുള്ള പരീക്ഷയിലും തോറ്റു. നമ്മൾ പ്ലാൻ ചെയ്ത കുറെ പദ്ധതികളും പൊട്ടിപ്പോയി. ജയിച്ചിട്ട് ആഘോഷിക്കാൻ കാത്തിരുന്ന അത് നടക്കില്ല. അപ്പൊ പിന്നെ തോറ്റതിന്റെ ആഘോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കഴിച്ചോളൂ. നീ എന്നെ കളിയാക്കുവാണോ? ഞാൻ എന്നെ തന്നെ കളിയാക്കിയതാ. ജയിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും ജയിക്കാൻ വേണ്ടി നടക്കുന്നതിന് എന്നെ തന്നെ കളിയാക്കിയതാ. ആര് പറഞ്ഞു നീ ജയിക്കില്ല എന്ന്? ജയിക്കും. അന്ന് ഞാൻ പറഞ്ഞതുപോലെ അത് വിചാരിച്ച സമയത്ത് ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. പക്ഷേ നീ വിജയിക്കുക തന്നെ ചെയ്യും. എന്നെങ്കിലും ജയിച്ചിട്ട് എന്താ കാര്യം ജഗനങ്ങളെ? പാചകത്തിൽ അവള് ജയിച്ചു പോട്ടെ, അടുക്കളക്കാര്യത്തില് അവൾക്കൊരു മിടുക്കുണ്ട്. അടുക്കളയിലെ തീയും പുകയൊക്കെ അവൾക്കൊത്തിരി ഇഷ്ടമാ. പക്ഷേ ബുദ്ധിപരമായ പരീക്ഷയില് അവള് ജയിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. വന്ദന അവളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവള് ജയിച്ചത്? ആത്മവിശ്വാസം. വന്ദന പോയപ്പോഴാണത്രേ അവൾക്കൊറ്റയ്ക്ക് ജയിക്കാൻ ആത്മവിശ്വാസം വന്നത്. എനിക്കിരിക്കാൻ പറ്റാത്ത വൈസ് ചെയർപേഴ്സന്റെ കസേരയിലെ അവളും ഇരിക്കരുത്. അവൾ ആ പൊസിഷനിലേക്ക് ചാർജ് എടുക്കുന്നതിന് മുമ്പ് അവള് തീരണം. ഇവർക്കിതെന്തിന്റെ കേടാ? ഒരു മനസമാധാനം തരില്ലല്ലോ. അരുണ്ട അമ്മയാ. ആ അമ്മ, എന്താ അമ്മ? മോളെ, എന്താ കാര്യം? ടിവിയില് ശ്യാമയുടെ ഫോട്ടോ വരുന്നുണ്ട്, ഒന്ന് നോക്കിയേ. ഏത് ചാനലില്? സി കേരളം. അങ്കിളെ, ടിവിയുടെ റിമോട്ട് എവിടെയാ? ആ, വനിതാ മുന്നേറ്റത്തിൽ ഇതാ പുതിയൊരു അധ്യായം. വർമ്മ കമ്പനിയുടെ തലപ്പത്തേക്ക് ഒരു വനിത കടന്നു വരികയാണ്. കമ്പനിയുടെ വൈസ് ചെയർപേഴ്സണായി ശ്രീമതി ശ്യാമ നിയമിതയായിരിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ശ്യാമ തന്റെ നേട്ടങ്ങൾ മുഴുവൻ സമർപ്പിക്കുന്നത് ഭർത്താവ് അഖിലിനാണ്. അവളുടെ ഒരു അഖിൽ സാർ കൊല്ലണം, അവളെ കൊല്ലണം. തകർക്കും ഞാൻ. ഐശ്വര്യ, എന്തായി കാണിക്കുന്നേ? ഐശ്വര്യ പറയുന്നേക്ക്. ഐശ്വര്യ വാ, ഇരിക്കും അവിടെ, ഇരിക്കും. അവളുടെ ഒരു അഖിൽ സാർ നശിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും. അവളുടെ പേരുകൊണ്ട് മനുഷ്യന് സ്വസ്ഥതയില്ലാതായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.